അനക്ക് രാവിലെ തന്നെ നിന്റെ ഒരു പസാദ് കേട്ടില്ല നിനക്ക് ഒരു എത്താവല്ല നമ്മളെ സിദ്ദീഖ് ഉസ്താദല്ലേ പോയാ നമുക്കൊരു ബഹുമാനം തന്ന ഓനെ നീ മാലിയിൽ വേണ്ട പ്രസിഡന്റിനെ കണ്ടിട്ട് കാര്യം വരി പ്രസിഡന്റ് സിദ്ദീഖ് മൊയ്ലാർ നാളെ മുതൽ നമ്മളെ പള്ളിയിൽ വേണ്ട. എന്താ പ്രശ്നം? ഓന് നാട്ടുകാരോട് ഒരു ബഹുമാനം ഉണ്ടാവും. ഒരു പേസന്റെ കന്തൂർ ഓട്ടിട്ട് ഓന് ഫോണിലൊരു വിളി. അത് അയാളെ കുടുംബക്കാർക്ക് ഫോൺ വിളിച്ചിട്ടുണ്ടാവും. അതിന് പുറത്താക്കണം ആചാരം. അടുത്ത ജനറൽ ബോഡിക്ക് നമുക്ക് ഈ പ്രസിഡന്റ് വേണ്ട. സിദ്ദീഖ് മൊയ്ലാർ പുറത്ത്. ഇപ്പൊ ഇതിന് പ്രസിഡന്റ് അവർക്ക് വന്നത് ഇപ്പൊ പുതിയ വന്ന മൂസ് ഉസ്താദ് എപ്പൊ നോക്കുമ്പോ പ്രസിഡന്റിന്റെ പോരല്ലേ ഇനിയിപ്പൊ തിരിയില്ല നുള്ളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മറിയും. മൂസ മൊയ്ലാറെ നന്ന പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് എന്റെ ബാക്കിൽ കൂടെ നിൽക്കണ്ട. ഭയ നാട്ടുകാരെ നീക്കെതിരായിട്ട് തിരിയും കണ്ട എപ്പൊ നോക്കുമ്പോ തന്നെ കേരളത്തിക്ക് മൊയ്ലാറെ പ്രസിഡന്റ് നമ്മൾ ഔദിന്റെ വെള്ളം കണ്ടീന. ഇപ്പൊ വന്ന മൂസ് ഉസ്താദ് ടാങ്കിങ് കാവുന്നില്ല ഔതും കാവുന്നില്ല. ഇങ്ങനത്തെ ഉസ്താദ് നമ്മളെ മലയിലേക്ക് വേണ്ട. അത് ആചാര്യ പറഞ്ഞ കറക്റ്റ് ഫുള്ള് കൽക്കുമ്പോഴോ ആചാര്യ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കുക. അയാള് 2 ദിവസം ആയിട്ടുള്ളൂ. അയാളെ കൊണ്ട് ഞാൻ കഴിപ്പിച്ചോളാം. നിങ്ങൾ പോയി പ്രസിഡന്റ് അന്നെ കൊണ്ട് ടാങ്കി ഓങ്കായല്ല അത് എത്ര മേലുള്ളത് അതിന് മൊയിലാറ് കണ്ട ഞാൻ വേറെ സ്വീപ്പാക്കിയല്ലേ. നമ്മളെ സാഫ് ക്ലീനിങ്ങിലേക്ക് വിളിച്ചെങ്കിൽ എത്ര വലിയ ടാങ്കിന്റെ ഉള്ളും പുറക്കായിട്ട് തരും. അതും ചെറിയ പൈസക്ക്. ആ പൈസ ഞാൻ കൊടുത്തോളാം. പ്രസിഡന്റ് ഹലോ ചങ്ങായിമാരെ, നിങ്ങളെ വീട്ടിൽ എത്ര ചെറിയ ടാങ്ക് ആയിക്കോട്ടെ എത്ര വലിയ ടാങ്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് വൃത്തിയാക്കാൻ പറ്റുന്നില്ല എങ്കിൽ സാഫ് ക്ലീനിങ്ങിന്റെ താഴെ നമ്പറിൽ ഇപ്പൊ തന്നെ വിളിക്കൂ. മംഗലാപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എവിടെയും വന്നിട്ട് ഇവർ ക്ലീൻ ചെയ്തു തരും. അതും ചെറിയ പൈസക്ക്. അവ ക്ലീൻ ചെയ്യേണ്ടവർ പെട്ടെന്ന് താഴെ നമ്പറിൽ ഇപ്പൊ തന്നെ വിളിക്കൂ.